ആരാണ് സലഫ്? എന്താണ് സലഫ് എന്ന് പറഞ്ഞാൽ? എന്താണ് മൻഹജ് എന്ന് പറഞ്ഞാൽ? മൻഹജ് ഭാഷയിൽ അത്വരീഖുൽ വാളിഹ, വ്യക്തമായ വഴി എന്നാണ് മൻഹജിനെ കുറിച്ച് പറയുക. അതേപോലെ രണ്ടാമത്തെ പദം സലഫ് സലഫ് എന്ന് പറഞ്ഞാൽ മുൻകടന്ന ആളുകൾ എന്നുള്ളതാണ്. ഇവിടെ നാം മുൻകഴിഞ്ഞ ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു സമൂഹം, 100 വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള ഒരു കൂട്ടമോ ഒരു സംഘമോ ഒരു കൂട്ടായ്മയോ അല്ല. അതിനപ്പുറം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയ, സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു സംഘമുണ്ട്. അൽ ഖുറൂനുൽ മുഫദ്ദല, ശ്രേഷ്ഠമായ ഒരു സമൂഹം. ഒരു ചെറിയ ഉദാഹരണം പറയാം. നമുക്ക് മുമ്പിൽ ആയത്ത് ഹദീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഇത് മനസ്സിലാക്കണം? ചെറിയൊരു ഉദാഹരണം. ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിലേക്ക് കയറി വരാൻ, ഒരു അറബി അധ്യാപകൻ ഒരു ക്ലാസ്സിലേക്ക് കയറി വന്ന് ബോർഡിൽ ഒരു വര വരയ്ക്കാൻ. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുട്ടികൾക്ക് അവർക്കറിയാം, ഒരു അറബി അധ്യാപകൻ ഒരു ബോർഡിൽ ഒരു വര വരച്ച അതിന്റെ ഉദ്ദേശം അലിഫ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് വിദ്യാർത്ഥികൾ ആ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ആ വിദ്യാർത്ഥികൾ ബോർഡ് നോക്കി പറയാണ്, ഇത് മാത്സിന്റെ അധ്യാപകൻ, കണക്ക് അധ്യാപകൻ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി എഴുതിയതാണ്. കുറച്ച് കഴിഞ്ഞ് വേറെ കുറച്ച് വിദ്യാർത്ഥികൾ ശേഷം വന്നുകൊണ്ട് പറയാണ്, അല്ല, ഇത് ഇംഗ്ലീഷിന്റെ അധ്യാപകൻ ഐ പഠിപ്പിക്കാൻ വേണ്ടി വരച്ചവരാണ്. മൂന്നാളും സംസാരിക്കുന്നത് ഒരു വരയെ കുറിച്ചാണ്. ഇതിന് ആര് പറഞ്ഞതായിരിക്കും ശരിയായ വഴി, ശരിയായ വ്യാഖ്യാനം? ഈ 3 കൂട്ടം ആളുകളിൽ ആര് പറഞ്ഞതായിരിക്കും ഇതിന്റെ ശരിയായ വ്യാഖ്യാനം? 3 കൂട്ടർ ആളുകൾ കാണുന്നത് ബോർഡിൽ ഒരു വര വരച്ച. ഒന്നാമത്തെ കൂട്ടർ അവരുണ്ടാകുന്ന സദസ്സിലേക്കാണ് അധ്യാപകൻ വരുന്നത്. അവർക്ക് അറബി അധ്യാപകൻ അലിഫ് വരച്ചത് അലിഫാണ്, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം വന്നവർ അധ്യാപകനെ കണ്ടിട്ടില്ല, അവർ വന്നിട്ട് ഒരു വര മാത്രം കാണുന്നുണ്ട്. അവർക്ക് തോന്നണ ഇത് എന്തായാലും മാത്സിൽ ഒന്ന് എഴുതിയതാണ്. മറ്റൊരു കൂട്ടർ വന്നിട്ട് ഇത് ഐ ആണ്. 3 കൂട്ടരും കാണുന്നത് ഒരു ഐ അല്ലെങ്കിൽ ഒരു വരയാണ് എങ്കിൽ ഒരു ബുദ്ധിയുള്ള, ഒരു വേഗമുള്ള ആളുകൾ ഏത് ഉൾക്കൊള്ളും? അധ്യാപകൻ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്ത ആ സദസ്സിലുണ്ടായിരുന്ന ആ വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയതാണ് അതിന്റെ ശരിയായ വ്യാഖ്യാനം. പരിശുദ്ധ ഖുർആനും ഇറങ്ങിയത് ഏതൊരു സമൂഹത്തിലേക്കാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനാണ് ആ പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തത്. ഒരു ആയത്ത് കിട്ടിയാൽ അതിന്റെ ശരിയായ വ്യാഖ്യാനം അറിയുക ആ ഒരു കൂട്ടർക്ക്. ശേഷം വരുന്ന ആളുകൾ ഇതിപ്പോ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ വ്യാഖ്യാനം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, അല്ല കൂട്ടരെ, പ്രവാചകൻ നേരിട്ട് പഠിച്ച ഒരു സമൂഹം അവിടെ ഇല്ലേ? അവരെന്താണ് അതെന്ന് മനസ്സിലാക്കിയത്? അതല്ലേ ശരിയായ വ്യാഖ്യാനം. ഒരു ഹദീസ് ഉണ്ടെങ്കിൽ ആ ഹദീസ് നേരിട്ട് പഠിച്ച, റസൂൽ നേരിട്ട് കേട്ട ആളുകളുണ്ടല്ലോ, അവരെന്താ ഹദീസ് എന്ന് മനസ്സിലാക്കിയത്? അതല്ലേ അതിന്റെ ശരിയായ വ്യാഖ്യാനം. അതല്ലേ ശരിയാവുക. അത് മാത്രമേ ശരിയാവുള്ളൂ എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയുന്നത്. അതാണ് സലഫുകൾ എന്ന് പറഞ്ഞാൽ ആ സ്വഹാബത്ത് പഠിച്ച താബിഈങ്ങളും ശേഷം പഠിച്ച തബഉ താബിഈങ്ങളും, ഈ ഉത്തമ നൂറ്റാണ്ടിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം, പരിശുദ്ധ കലാം, ഖുർആൻ കേട്ടാൽ ഹദീസുകൾ അവരെങ്ങനെ മനസ്സിലാക്കിയോ ആ മനസ്സിലാക്കൽ, ആ ഫഹ്മ്, ആ മനസ്സിലാക്കലിലൂടെ ദീന് പഠിക്കലാണ് നാം പറയുന്ന സലഫും മൻഹജു സലഫും. അത് മാത്രമേ ശരിയാവുള്ളൂ.